ഏവരെയും മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഗസയിലെ ഇസ്രായേലി ബന്ദികളുടെ കൈമാറ്റവും വെടിനിർത്തൽ കരാറും അതിനെ തുടർന്നുള്ള ചർച്ചകളും സജീവമാകുമ്പോഴും ഗസയിൽ ഹമാസ് വൻതോതിൽ റിക്രൂട്ട്മെന്റ് നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇസ്രായേലിന്റെ തന്നെ ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നത്. അഥവാ ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടായാലും ബന്ദി കൈമാറ്റം നടന്നാൽ തന്നെയും അതിനുശേഷം ഗസയെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന് ഹമാസ് ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ വൻതോതിൽ സൈനിക റിക്രൂട്ട്മെന്റുകൾ നടത്തിയിരിക്കുന്നത്. ഇത് ഇസ്രായേലിനെ ആകെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. അവർ ഓരോ ദിവസവും ഹമാസിന്റെ പോരാളികൾ മുഴുവൻ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഹമാസിൽ ഇപ്പോൾ പഴയതിനേക്കാൾ വളരെയധികം പോരാളികളുണ്ട് എന്നുള്ള കാര്യം ഇസ്രായേലിനെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേലിന്റെ കയ്യിലുള്ള പുതിയ കണക്കുകൾ പ്രകാരം ഹമാസിനൊപ്പമുള്ളത് ഇപ്പോൾ 33,000 മുതൽ 44,000 വരെ സൈനികരാണ്. പുതിയ സേനയെ റിക്രൂട്ട് ചെയ്ത് ഹമാസ് വൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു എന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ. പുതുതായി തിരഞ്ഞെടുത്തിരിക്കുന്ന സൈനികരിൽ 9,000 പേരെ ഗസയുടെ വടക്ക് തെക്ക് ഭാഗങ്ങളിൽ ഹമാസ് വിന്യസിച്ചിരിക്കുന്നു. ഹമാസിനൊപ്പം ഇപ്പോൾ പലസ്തീൻ ഇസ്ലാമിക് ജിഹാദുമുണ്ട്. അവർക്കൊപ്പം 7,000 പോരാളികളാണുള്ളത്. ഈ 7,000 പോരാളികളും അതോടൊപ്പം ഹമാസിന്റെ 17,000 മുതൽ 20,000 വരെയുള്ള പോരാളികളും ഒപ്പം ചേർന്നുകൊണ്ട് പലസ്തീന്റെ മുഴുവൻ ഭാഗങ്ങളിലും വിന്യസിച്ചിരിക്കുന്നു എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത്. ഈ സൈന്യങ്ങളുടെ എല്ലാം വർധനവും പോരാട്ട വീര്യവും ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഇപ്പോൾ ഇസ്രായേലിനെ ഏത് ഭാഗത്തു നിന്നും ആക്രമിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഇസ്രായേലിന് വൻ സൈനിക നഷ്ടമാണ് വന്നിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഗസയിലെ പോരാട്ടം ഇപ്പോൾ വൻ ചിലവേറിയതാണ്. അതുകൊണ്ട് തന്നെയാണ് മുമ്പത്തേതിനേക്കാൾ അവർ ഇപ്പോൾ ഒരു ബന്ദി കൈമാറ്റവും വെടിനിർത്തൽ കരാറിനും മുൻകൈയെടുത്ത് തയ്യാറാകുന്നത്. എന്നാൽ ഈ ബന്ദി കൈമാറ്റത്തിൽ ഹമാസ് അവർ പറയുന്ന 34 പേരെ തിരികെ നൽകാമെന്നാണ് ഡിമാൻഡ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരിക്കലും ഇസ്രായേൽ ആവശ്യപ്പെടുന്നവരെ ഹമാസ് അവർക്ക് നൽകില്ല. ഇതിൽ അവ്യക്തമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഹമാസ് ജീവിച്ചിരിക്കുന്നവർ ഇനി എത്രയുണ്ട് എന്നുള്ള കണക്ക് ഇസ്രായേലിനെ ഒരിക്കലും കൊടുക്കുന്നില്ല. അത് അവരുടെ ഒരു തന്ത്രമാണ്. കൃത്യമായ കണക്കുകൾ അറിഞ്ഞാൽ അവർ ആ കണക്കുകൾ വെച്ച് പിന്നെ വിലപേശാൻ ആരംഭിക്കും. അതറിഞ്ഞു തന്നെ ഹമാസ് മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും കൃത്യമായ കണക്കുകൾ ഇപ്പോൾ ഇസ്രായേലിന് നൽകുന്നില്ല. ഇസ്രായേൽ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഹമാസ് അതിന് തയ്യാറാവുന്നില്ല. ഇസ്രായേലിന്റെ ലക്ഷ്യം ബന്ദികളെ മുഴുവനായി തന്നെ തിരിച്ചെടുത്തുകൊണ്ട് ഗസയെ ആക്രമിക്കാനാണ് എന്ന് ഹമാസ് തിരിച്ചറിയുന്നുണ്ട്. ഇസ്രായേലി ജയിലുകളിലുള്ള മുഴുവൻ പലസ്തീനികളെയും ഹമാസിന് തിരിച്ചു നൽകേണ്ടി വരികയാണ്. ഇസ്രായേലി ജയിലുകളിൽ കഴിയുന്ന പലസ്തീനികളെ മുഴുവനും തിരിച്ചു കൊടുക്കുന്നതിൽ ഇസ്രായേലിന്റെ നെസറ്റിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവർ പറയുന്നത് ഇതുപോലെ വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞ ആളായിരുന്നു യഹിയ സിൻവാർ. യഹിയ സിൻവാർ ഇസ്രായേലിന്റെ എല്ലാവിധ യുദ്ധതന്ത്രങ്ങളും അറിഞ്ഞ ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെ ആക്രമിക്കാൻ ധൈര്യപ്പെട്ടതും. ഇനിയും അതുപോലുള്ള യഹിയ സിൻവാറുമാർ ഈ ജയിലിൽ നിന്നും ഇസ്രായേലിൽ നിന്നും രക്ഷപ്പെട്ടു പോകും എന്ന് ഈ നെസറ്റിലുള്ള പലരും അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവരെ മുഴുവനായി തന്നെ തിരിച്ചു കൊടുക്കരുത് എന്നാണ് പറയുന്നത്. എന്നാൽ ഹമാസ് അതിനെ സമ്മതിക്കുന്നില്ല. നിങ്ങളുടെ ബന്ദികളെ മുഴുവൻ തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മുഴുവൻ ആളുകളെയും ഞങ്ങൾക്ക് തിരിച്ചു തരണം. അതുപോലെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് തന്നെ ഗസയെ വീണ്ടും ഇസ്രായേൽ ആക്രമിക്കില്ല എന്നുള്ള ഉറപ്പ് അവർക്ക് നൽകണം. ഹമാസ് ഒരു വലിയ യുദ്ധവിരാമ കരാറാണ് ഇസ്രായേലിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നത്. അതൊരു വലിയ കരാറാണ്. അത് നിങ്ങളോട് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം അത് ഒരുപാട് സമയം വേണ്ടിവരും. ഗസയ്ക്ക് നേരെയോ പലസ്തീന് നേരെയോ ഇസ്രായേലിന് യാതൊരുവിധ സൈനിക നീക്കങ്ങളോ മറ്റ് കരാർ ലംഘനമോ നടത്താൻ കഴിയാത്ത രീതിയിലുള്ള കരാറാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ബന്ദികളെ ഞങ്ങൾ തിരിച്ചു തരൂ എന്നാണ് പറയുന്നത്. ഈ കരാർ മൂലമാണ് ഇസ്രായേലും ഗസയുമായി ഈ ബന്ദി കൈമാറ്റം നീളുന്നതിന്റെ പ്രധാന കാരണം. ഹമാസ് ഒരു വിധത്തിലും ഇസ്രായേലിന്റെ ആഗ്രഹങ്ങൾക്ക് വിധേയമാകുന്നില്ല. ഹമാസ് പറയുന്നതാണ് ഡിമാൻഡ്. അത് ഇസ്രായേലിന് ഇപ്പോൾ അനുസരിക്കേണ്ടി വരികയാണ്. അതിന് കാരണം ഇസ്രായേൽ ഇപ്പോൾ ദുർബലമാണ്. ഇസ്രായേലിന്റെ ഈ ദുർബലത തിരിച്ചറിഞ്ഞ അമേരിക്ക ഇസ്രായേലിന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. എത്രയും വേഗം നിങ്ങൾ വെടിനിർത്തൽ കരാറിന് തയ്യാറാവണം. അതല്ലെങ്കിൽ നിങ്ങളുടെ നാശമാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് നെതന്യാഹുവിനും കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നെതന്യാഹു തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇത്തവണ ഒരു വെടിനിർത്തൽ കരാറിന് തയ്യാറാവുന്നത്. ഒരുപക്ഷെ ഇത്തവണ നടപ്പിലായേക്കാം. ഈ ജനുവരി 20 ട്രംപ് അധികാരത്തിലേറുന്നതിന് മുമ്പായി തന്നെ ഗസയിൽ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ഇസ്രായേൽ ഹമാസിന് മേൽ ആരോപിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവർ ഗസയിലെ മരണനിരക്കുകൾ പെരുപ്പിച്ച് കാണിക്കുന്നു എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്.
ഹമാസിനെ സംബന്ധിച്ച് ഗസയിലുള്ളവർ അവരുടെ ചാവേറുകളാണ്. അവർ കുട്ടികളെയും സ്ത്രീകളെയും മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യുകയാണ്. അവർ കൊല്ലപ്പെടുമ്പോൾ ഇസ്രായേൽ ലോകത്തിന് മുമ്പിൽ കൂടുതൽ ഭീകരരാഷ്ട്രമായി ചിത്രീകരിക്കപ്പെടുന്നു. അതാണ് ഹമാസ് ലക്ഷ്യമാക്കുന്നത്. ഇസ്രായേൽ പറയുന്നത് ഈ മരണപ്പെടുന്നവരിൽ പുരുഷന്മാരുടെ എണ്ണം വളരെ കുറവാണ്. അത് സ്ത്രീകളെയും കുട്ടികളെയും മുന്നിൽ നിർത്തി ഹമാസ് യുദ്ധം ചെയ്യുന്നതിന്റെ ഒരു പ്രധാന തെളിവാണ്. ഈ പുരുഷന്മാർ മുഴുവൻ ഹമാസിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഇസ്രായേലുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ അവർ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഗസയെ നിരന്തരം ആക്രമിക്കുന്നത്. അതിൽ അനേകം പേർ കൊല്ലപ്പെടുന്നുണ്ട്, ഞങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ട്. എന്നിട്ടും ഹമാസ് ഒരു ഇഞ്ച് പോലും പിന്മാറാൻ തയ്യാറാവുന്നില്ല. അതോടൊപ്പം ഹൂത്തികളുടെ ആക്രമണവും തുടരുകയാണ്. ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ നിലനിൽപ്പാണ് പ്രധാനം എന്നാണ് നെതന്യാഹു പറയുന്നത്. ഇതോടൊപ്പം മറ്റൊരു പ്രധാന വാർത്തയും കൂടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ജനുവരി 20 ട്രംപ് അധികാരത്തിൽ ഏൽക്കുന്നതിന് മുമ്പ് ബൈഡൻ ഭരണകൂടം ഇറാനെ ആക്രമിക്കാൻ ഓർഡർ ഇടും എന്നാണ് അമേരിക്കയിലെ തന്നെ യുദ്ധകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. അയാൾ ഒരുപക്ഷെ അങ്ങനെ ചെയ്തേക്കാം. തുടർന്ന് ട്രംപ് അവരുമായി യുദ്ധം ചെയ്തുകൊള്ളുമല്ലോ, ഇയാളങ്ങ് ഇറങ്ങിപ്പോയാൽ മതിയല്ലോ. ഈ ഭീഷണിയെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ ഇറാനിൽ വൻ സൈനിക വിന്യാസവും സൈനിക അഭ്യാസങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന് നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ അവരുടെ ആണവ കേന്ദ്രങ്ങളെ സംരക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു യുദ്ധത്തിനുള്ള എല്ലാ നീക്കങ്ങളുമായി ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഇറാനെ ആക്രമിക്കും എന്നവർ വിശ്വസിക്കുന്നു. ഈ സൈനിക നീക്കത്തിനിടയിൽ തന്നെ ലോകത്തുള്ള എല്ലാ സൈനികരും ഭയപ്പെടുന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പോലുള്ള ചില രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇപ്പോൾ ഇറാൻ പ്രവർത്തനക്ഷമമാക്കിയിരിക്കുകയാണ്. അവർക്ക് യുദ്ധപരിചയമുള്ളവരാണ്. യുദ്ധത്തിൻ്റെ ഒരു ചെറിയ നീക്കം പോലും അവർക്ക് തിരിച്ചറിയാൻ കഴിയും. അല്ലാതെ ഞങ്ങൾ വളരെ ശക്തിയാണ്, ഞങ്ങളെ ആരും ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അവർ കാത്തിരുന്നാൽ അവരെ അടിച്ച് നിരപ്പാക്കിയിട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ അവർക്ക് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ സൈനിക നീക്കം നടത്തുകയാണ്. ഇനി അഥവാ ആക്രമിച്ചില്ലേ കുഴപ്പമില്ല, പക്ഷേ ലോകത്തിന് അവർ അറിയിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുകയാണെന്ന്. എന്നാൽ ഹമാസിന്റെ സൈനിക റിക്രൂട്ട്മെന്റും ഒക്കെ ഇതുമായി ചേർത്ത് വേണം നമ്മൾ വായിക്കാൻ. ഏതെങ്കിലും കാരണവശാൽ അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ അത് മിഡിൽ ഈസ്റ്റ് മുഴുവൻ വ്യാപിക്കും. ഇസ്രായേലിനെ ശരിക്കും ബാധിക്കുക തന്നെ ചെയ്യും. ഹമാസിന്റെ പോരാളികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഇസ്രായേലിനെ ആയിരിക്കും ആക്രമിക്കുക. ഇനി അഥവാ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു യുദ്ധമുണ്ടായാൽ അത് ചെറുതല്ലാത്ത അപകടങ്ങളാവും ഈ മേഖലയെ ബാധിക്കുക. വാഗ്വാദങ്ങളും ഭീഷണികളും തുടർ നീക്കങ്ങളുമായി മിഡിൽ ഈസ്റ്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കും.